അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും ഖുർആൻ വസന്തം എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇഷ്ടമായി കഴിഞ്ഞാൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇന്നലെ നാം അവസാനമായി പറഞ്ഞു നിർത്തിയത് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്തുൻ നിസായിലെ 6-ാമത്തെ വചനമായിരുന്നു. അനാഥകളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവർ അവർ വിവാഹപ്രായവും ബുദ്ധിപരമായ പക്വതയും എത്തുന്നതുവരെ പരീക്ഷിച്ചതിന് ശേഷം സ്വത്തുക്കൾ അവരെ ഏൽപ്പിക്കണം. ധൃതി കൂട്ടി അതി അമൃതവ്യം ചെയ്യരുത്. സംരക്ഷകൻ ധനികനാണെങ്കിൽ അതിൽ നിന്നും എടുക്കുകരുത്. ദരിദ്രനാണെങ്കിൽ മര്യാദ പ്രകാരം എടുക്കാൻ സ്വത്ത് നൽകുമ്പോൾ സാക്ഷി നിർത്തണം. ഇതായിരുന്നു നാം ഇന്നലെ അവസാനം പറഞ്ഞു നിർത്തിയത്. ഇൻഷാ അള്ളാഹ് നമുക്ക് 7-ാമത്തെ വചനത്തിലേക്കൊന്ന് കടന്നു നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽഅഖ്റബൂന വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽഅഖ്റബൂന മിമ്മാ ഖല്ല മിൻഹു ഔ കസുറ നസീബം മഫ്റൂളാ. സുഹൃത്തുക്കളെ, 7-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നു, മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഓഹരിയുണ്ട്. ആ ധനം കുറച്ചാകട്ടെ കൂടുതലാകട്ടെ അത് അള്ളാഹു നിർണയിച്ച ഓഹരിയാണെന്നാണ് വിശദീകരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ വിശദീകരണം എന്ന് നോക്കാം. അനാഥകളുടെ സ്വത്ത് സംരക്ഷകർ തട്ടിയെടുക്കരുതെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതുപോലെ മരിച്ച വ്യക്തിയുടെ സമ്പത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമപരമായ അവകാശം ഇസ്ലാം ഉറപ്പാക്കുന്നുണ്ട്. എത്ര ചെറിയ സ്വത്തായാലും അതിൽ നിശ്ചിത ഓഹരി നമ്മൾ അവർക്ക് നൽകണമെന്നാണ് പറയുന്നത്. അടുത്തതായി 8-ാമത്തെ ആയത്തിലേക്കൊന്ന് പ്രവേശിച്ചു നോക്കാം. وَإِذَا حَضَرَ الْقِسْمَةَ أُولُو الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينُ فارزقوهم منه وقولوا لهم قولا معروفا. സ്വത്ത് ഭാഗിക്കുന്ന സന്ദർഭത്തിൽ ബന്ധുക്കളോ അനാഥകളോ പാവപ്പെട്ടവരോ ഹാജരുണ്ടെങ്കിൽ അവരെയും സഹായിക്കുകയും അവരോട് മര്യാദയോടെ സംസാരിക്കുകയും വേണം എന്നാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ വിശദീകരണം എന്ന് നോക്കാം. സ്വത്ത് ഓഹരി വെക്കുമ്പോൾ അനന്തരാവകാശികൾ അല്ലാത്ത ദരിദ്രരായ ബന്ധുക്കളോ അനാഥകളോ ഹാജരുണ്ടെങ്കിൽ അവർക്കും ഓഹരി നൽകി ആശ്വസിപ്പിക്കണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി സുഹൃത്തുക്കളെ, 9-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. وَلْيَخْشَ الَّذِينَ لَوْ تَرَكُوا مِنْ خَلْفِهِمْ ذُرِّيَّةً ضِعَافًا خَافُوا عَلَيْهِمْ فَلْيَتَّقُوا اللَّهَ وَلْيَقُولُوا قَوْلًا സദീദാ. 9-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ്, തങ്ങളുടെ പിന്നിൽ ദുർബലരായ സന്താനങ്ങളെ വിട്ടേച്ചു പോയാൽ അവർക്ക് വരാനിരിക്കുന്ന ഗതിയെ ഭയപ്പെടുന്നവർ മറ്റുള്ളവരുടെ മക്കളുടെ കാര്യത്തിലും അള്ളാഹുവെ ഭയപ്പെട്ട് ശരിയായ വാക്ക് പറയണം. ഈ സൂറത്തിൻ്റെ പശ്ചാത്തലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാഹിലിയ കാലത്തെ അനാചാരങ്ങൾ തിരുത്തിക്കൊണ്ട് അനാഥകൾക്കും സ്ത്രീകൾക്കും അവകാശം നൽകുന്നതിനാണ് ഈ വചനങ്ങൾ അവതരിപ്പിച്ചത്.
ഔസ് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ ഭാര്യക്കും മക്കൾക്കും സ്വത്ത് നിഷേധിച്ച പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് 7-ാം വചനം അവതരിപ്പിച്ചു. അങ്ങനെയാണ് ഈ വചനം അല്ലാഹു തആല അവതരിപ്പിക്കാനുണ്ടായ കാരണം. അപ്പോൾ അല്ലാഹു തആല ഇത് മനസ്സിലാക്കാനും ഇതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നാം ചെയ്യുന്ന ഓരോ ഷെയറിനും നമുക്ക് തക്കതായ പ്രതിഫലം അല്ലാഹു തആല തീർച്ചയായും നൽകും. നാം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളാണ് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.